ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെയും ബെഡ് വാറിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി തൊട്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ രാവിലെ ബെഡ് വാറും വൈകുന്നേരം ലെറ്റ്സ് പ്ലേയും കൂടി ഇടാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ഇത് മാച്ച് സ്റ്റാർട്ടാവുന്നുണ്ട്. എന്നും രാവിലെ ബെഡ് വാർ വരുമെന്ന് അറിയില്ല, കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. ഞാൻ വൈകിപ്പോയി ഇത്തിരി. യെസ്. മാച്ച് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൻ സോളോയാണ്. ഓക്കെ, ഇത്തവണ സ്ക്വാഡ് ഓൺലി 3 മാച്ചസ് ഉണ്ടാവും. സ്ക്വാഡ് ഓൺലി. യെസ്. നാളെ ഡബിൾസ് ഓൺലി, പിന്നെ സോളോ ഓൺലി, അങ്ങനെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബെഡ് മൂടണം. ഞാൻ സാധനം ഇടാൻ മറന്നുപോയി. ഇപ്പം ഇതിങ്ങനെ വാങ്ങണമല്ലോ. സാരമില്ല, നമുക്ക് അതില്ലെങ്കിലും കളിക്കാനൊക്കെ പറ്റും. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി ഉണ്ടായേനെ, സ്പീഡ് രസമായേനെ. പിന്നെ ബ്ലൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവന്മാരൊക്കെ ഞാൻ അടിച്ച് തൂഫാൻ നോക്കും. പിന്നെ ഇന്നലെ റെക്കോർഡിങ്ങിന് ശേഷം കളിച്ച എല്ലാ കളി ജയിച്ചു. ഞാൻ സത്യമായിട്ട് തന്നെ പറയണ, കളിച്ച എല്ലാ കളിയും ജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ റെക്കോർഡിങ്ങിന് ശേഷം. എന്താ അങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ 3 മാത്രം വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുന്ന എനിക്ക് തോന്നണം. ഓക്കെ, അപ്പം ഇത് തന്നെ മതി. നമുക്കെന്നാ സൈഡിലോട്ടേക്ക് ഫ്രിഡ്ജ് തുടങ്ങാം അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ്, റിസ്ക്കാണ്. അവിടെ യെല്ലോൻ്റെ ബെഡ്. അപ്പോൾ നമുക്ക് മിഡിലോട്ടേക്ക് ഫ്രിഡ്ജ് ചെയ്യാം. യെല്ലോ ടീമില്ല. ആണോ? അത് ബെഡ് പോയതാണോ? അവിടെ ആരോ ഉണ്ട്. അപ്പോൾ ബെഡ് പോയി തോന്നുന്നു. അവിടെ ബെഡില്ല. ബ്ലൂവും റെഡും മാത്രമേ ഇപ്പം മിഡിലെത്തിയിട്ടുള്ളൂ. ഒപ്പം ഗ്രീനും. ആ ബ്ലൂവിനെ എവിടെ? ബ്ലൂ റെഡ്. അതാ എവിടെ? ഒന്നും അടിക്കാനും പോലും അറിയുന്നില്ല. ഓനോ പണിപാടും നേരം എല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലോ. വരട്ടെ. പിന്നെ നമുക്ക് ഒരിത് വാങ്ങാം. പിന്നെ ഒരു ബൂട്ട് വാങ്ങാം. പിന്നെ ബാക്കി നമുക്ക് ബോൾ വാങ്ങാം. റെഡ് ലാഗും ഉണ്ട്, ഒപ്പം റെഡും വരുന്നുണ്ട്. ഇല്ല. ഇപ്പം നമുക്കിനി നേരെ നമ്മളുടെ ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോഴേക്ക് തന്നെ 2.5 ഹാർട്ടാ പോവുക. അവിടെ ബ്ലൂ ഫുള്ള് റഷ് ചെയ്യാൻ തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, ഡയമണ്ട് ആർമർ വാങ്ങിച്ചിട്ടാണ് പോവുക. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, സുഖമായിട്ടിരിക്കുക. ഫോണിൽ ഫുള്ള് ബ്ലൂവും ഇവരും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു ബ്ലൂവും കാര്യങ്ങളും അവിടെ. റെഡ് അവിടെ റഷിങ് ആണ്. അപ്പോൾ നമുക്ക് റെഡിൻ്റെ ബേസിലോട്ടിക്കുക റഷ് ചെയ്യാൻ. ബ്ലൂ റെഡും കൂടി അവിടെ നല്ല റഷ് ചെയ്യുന്നുണ്ട്. റെഡിൻ്റെ റെഡ് പോയാ? റെഡ് 3 പേരും കൂടി ഉള്ളൂ. അമ്മേ, ഇവിടെ ഫുള്ള് ബ്ലൂവും വന്നു. അപ്പം ഞാൻ പോണു. ബൈ. ഓക്കെ, ഒരു ബ്ലൂ ഇതിൻ്റെ താഴെ ഉണ്ട്. അവൻ എമറാൾഡ് എടുക്കുക. നിനക്കെന്താ ട്രേഡ് ചെയ്യണടാ? എൻ്റെ ഒരു അടി അവന് കൊള്ളണില്ലല്ലോ.
അതെങ്ങനെ? ഇതിൽ ഞാൻ സോളോയാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്ലൂവിൻ്റെ ബേസിലോട്ടേക്ക് പോവാം. ബ്ലൂ. യെസ്, ബ്ലൂവിൻ്റെ ടീമിൻ്റെ ബെഡ് പോയിട്ടുണ്ട്. ഇവിടെ ഒരുത്തൻ ഡയമണ്ടാ. ഇവന്മാർക്ക് എന്താ എന്നെ കാണാനൊന്നും വയ്യേ? ഇവന്മാർക്ക് എന്താണിത്? എന്നെ കാണാൻ പാടില്ല എന്നാ പറഞ്ഞേ. ഇപ്പം ലാഗാണെങ്കിൽ അതിനെക്കാട്ടിലും. എൻ്റെ ബേസിലോട്ടേക്ക് ബ്ലൂ വരുത്താൻ പോകുന്നു. ഞാൻ അതിന് അമ്മേ എങ്ങനെ ഇരിക്കണേ? നമുക്ക് അടുത്ത മാച്ച് കളിക്കാം. എല്ലാ ടീമും അവിടെ ഇതായിട്ടുണ്ട്, പോയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കും? 6 മിനിറ്റായി ഞാനൊരു ഗ്രീൻ്റെ ഒരു സാധനം, ഗ്രീൻ ടീമിൻ്റെ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് അടുത്ത മാച്ചിൽ ഇത് നമുക്ക് പിടിക്കണം. 6 പേരെ ആയിട്ടേ ഉള്ളൂ. ഈ പാർക്കോർ ഇതാ ഇങ്ങനെ 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 പോണം. എല്ലാവരും എന്നെ നോക്കി പഠിച്ചോ കേട്ടാ. കണ്ട എവിടെ എത്തിന്ന്? നിങ്ങളൊക്കെ അവിടെ നിന്നോ, ഞാൻ എന്താ പോണു. അങ്ങനെ പറയുമ്പോഴായിരിക്കും മിക്കവാറും നിലത്തിലോട്ടേക്ക് വീഴുക. നിലത്ത് വീണ അവന്മാരെന്നെ നോക്കി ചിരിക്കും. ചിരിച്ച ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരുത്തൻ താഴോട്ട് പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എത്തി. അവൻ പോണേ എന്നെ നോക്കി പഠിച്ചിട്ട്. എല്ലാരും എന്നെ നോക്കി പഠിക്കുകയാണല്ലോ. ഇതെന്തോന്നാണ്? അടുത്ത മാച്ച് തുടങ്ങണില്ല. പെട്ടെന്ന് തന്നെ അടുത്ത മാച്ച് കയറണം. പിന്നെ ഈ 2 മാച്ചും കൂടി ഉണ്ട്. 2 മാച്ചും കൂടി കളിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്റ്സ് പ്ലേ എപ്പിസോഡുമായിട്ട് കാണാം. ഇതിൽ അതിനേക്കാളും കുറവാണല്ലോ. 3 പേരേ ഉള്ളൂ, അല്ല 5 പേരേ ഉള്ളൂ. 6 ആയി. ഇപ്പോൾ മാച്ച് തുടങ്ങും. ഞാൻ മാപ്പിൽ വോട്ട് ചെയ്തൂലേ? ഓക്കെ, നമുക്കെന്നാൽ പോവാം. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിലോട്ടേക്ക് പോവാന്നേ. നമുക്ക് താഴോട്ടേക്ക് പോവാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്, അല്ല മുകളിലെത്തിയിട്ടുണ്ട്. പിന്നെയും നമുക്കെന്നാൽ നേരെ പോവാം. മാച്ച് ഇപ്പോൾ സ്റ്റാർട്ടാവും. 2-1 കഴിഞ്ഞു. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഗെയിമിൻ്റെ വോയിസ് കാണണ്ടാവില്ല, കാരണം മൈക്രോഫോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൈക്രോഫോൺ അറ്റാച്ച് ചെയ്തപ്പോൾ ഇത് പക്ഷേ മൈക്രോഫോൺ നേരെ അറ്റാച്ച് ആയിട്ടില്ല. സൗണ്ട് മാത്രമൊന്നും കിട്ടിയില്ലാന്നേ ഉള്ളൂ. അതാണ്ടാ സൗണ്ടൊന്നും ഇല്ലാതിരുന്നത്. സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നേരെ അറ്റാച്ച് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് അതിനെപ്പറ്റി നേരെ അറിയില്ല. ഞാൻ വേറെ നോർമൽ റെക്കോർഡല്ലാതെ മറ്റേ വോയിസ് ഇതാക്കണ സാധനമില്ലേ, വോയിസ് ചെക്ക് ചെയ്യണത്, അതിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തോണ്ട് വന്നത്. ഇവന്മാർ ബെഡും മൂടാതെ എവിടേക്കാണ് പോണത്? നമുക്കെന്നാ സ്വാഡും കയ്യിൽ പിടിച്ചോണ്ട് പോവാം. ഒറ്റ പോക്കങ്ങോട്ട് പോവാം. നേരെ ഇവൻ്റെ പിന്നാലെ വെച്ചങ്ങോട്ട് പിടിക്കാം. അവൻ എമറാൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാടുന്നത്. ഇവിടെ ഫുള്ള് ഗ്രീന്. റഷോടെ റഷ്. എന്നെ ഒരുത്തൻ ബാക്കിൽ നിന്ന് റഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ കാര്യം കഴിഞ്ഞു. ലാഗുമായി. റോക്കറ്റൊക്കെ പോയി. ആടാ, പെട്ടെന്ന് മൂട്. ഞാനപ്പോഴേക്കും ഒരു ഇത് വാങ്ങട്ടെ, കുറച്ച് വൂള്.
ഒരു അല്ല ഇത്. പിന്നെ ബാക്കി നമുക്ക് മൂളോണ്ടനും വാങ്ങാം. പിന്നെ നമുക്കൊരു വേണമെങ്കിൽ ഒരു ഗോൾഡൻ ആപ്പിൾ വേണ്ട. ബെഡ് ഡിസ്ട്രോയിഡാ. എങ്ങനെടാ? ആ, ഈ മാച്ച് ഞാൻ വിക്ടറി അടിക്കും, അത് ഉറപ്പാണ്. അടിച്ചില്ലെങ്കിൽ ഞാൻ കരയും. ഇവനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ, അവനെ കഴിഞ്ഞ ബെഡ് വാർ വീഡിയോയിൽ സെർവർ ഒന്നായിട്ട് കയറിയത് ഓർമ്മയുണ്ടോ? അതിൽ കണ്ടതല്ലേ അവന്. സോളോയാണ് അതിനെക്കാളും ഭേദം, സ്ക്വാഡിനെക്കാട്ടിലും. സോളോയിലാണെങ്കിൽ പിന്നെയും നമുക്ക് ജയിക്കാം. ഇപ്പം സ്ക്വാഡിലാണെങ്കിൽ എല്ലാതും ഒരുമിച്ചാണ് വരും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീമായിട്ട് ഇവിടെ വരും, പച്ച വന്നതുപോലെ. എല്ലാതും നിലത്തിലോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്തു. മാച്ച് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക്. എനിക്കിവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, കാരണം മൈക്രോഫോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ഇത് കഴിഞ്ഞ ടീം തന്നെ അല്ലേ? യെസ്. ഓക്കെ, ഇത്തവണ നമുക്ക് ഗ്രീനോട് പക വീട്ടണം. ഓക്കെ, നമുക്ക് വൂളിൽ നിന്ന് ഇതേടെ വാങ്ങാം. വൂൾ. ലാഗ് ബെഡ് വാർ വീഡിയോ. ബെഡ് വാർ വീഡിയോ എന്താ ചെറുതായിട്ട് ഷോർട്ടൊന്നും ആവില്ല, കാരണം ബെഡ് വാർ വീഡിയോയിൽ എന്താ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആക്കാൻ പറ്റില്ല, കാരണം ഇത് ബാക്കിയുള്ളവരും കൂടി നിയമിക്കണതാണ്. ഓക്കെ, ലാഗും വന്നു. അപ്പുറത്തുനിന്ന് 2-3 റെഡും വരുന്നു. ഒരുത്തൻ ഇവിടെ ലാഗായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ലാഗ് പോയി, അവൻ എന്നെ അടിക്കുന്നുണ്ട്. ഞാൻ അവനും അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നല്ല എനിക്ക് തന്നെ കിട്ടണേ. അവന് 13, 14. ഇവിടെ റെഡ് ഇതുവരെ വന്നാ. എന്താ പിന്നെ ഇനി നമുക്ക് പകരം വീട്ടണം. ഒരു സ്റ്റോണിൻ്റെ ആക്സ് അല്ല സ്വാഡിതാ. ബാക്കി നമുക്ക് വൂള് വെച്ചിതാക്കാം. പിന്നെ ഇന്നത്തെ നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൽ ഒരു ഇതുണ്ട്, സർപ്രൈസ് ഉണ്ട്. അത് നമുക്ക് കണ്ടറിയുക, നോക്കി അറിയുക. റെഡേ, എന്താടാ നീ ഇങ്ങോട്ടേക്ക് വരാത്തത്? പേടിയാണോടാ? ബ്ലൂവിൻ്റെ കോട്ടയിലോട്ട് വരാൻ നിനക്ക് പേടിയാണോടാ? അവൻ അവിടെ ഫുള്ള് ഗ്രൈൻഡ് പച്ച. വാവ്, നൈസ് ടീം വർക്ക് ട്ടാ. പാവന്മാരെ ഇതിൻ്റെ താഴോട്ടേക്ക് പോയർക്കുക. ഇവന്മാര് ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് ചാടി? പച്ച അണ്ടർഗ്രൗണ്ട് കൂടെ വരും. അതാണ് എനിക്ക് ഈ ഒരു മാപ്പ് തീരെ ഇഷ്ടമില്ലാത്തത്. എല്ലാ ടീമും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരും. അവന്മാരെന്നാലും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോയി, അതറിയില്ല. ഇതിൻ്റെ വഴി സീക്രട്ടായിട്ട് വെച്ചിരിക്കുക. ഓക്കെ, ആ പച്ച ടീം ഇവിടെ നിന്ന് PvP മാച്ച് ചെയ്യുക, ഒരു ഫൈനൽ. ഞാൻ അടിക്കണതൊന്നും അവന് കൊള്ളുന്നില്ല, അവ അടിക്കണതെല്ലാം എനിക്ക് കൊള്ളുന്നുണ്ട്. പച്ചപ്പ് അണ്ടർഗ്രൗണ്ട് കൂടെ വരും, അത് നമുക്ക് സൂക്ഷിച്ചേ തീരുള്ളൂ. അവന്മാരൊക്കെ അണ്ടർഗ്രൗണ്ട് കൂടെ വരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അണ്ടർഗ്രൗണ്ട് കൂടെ പോവാം അല്ലേ? ഓക്കെ, ഏതൊരു ടീം? റെഡ്. ഓ നോ, റെഡ് ഈസ് കമ്മിങ്. ജയ്. ഞാനിവിടെ നോക്കിക്കുക ബെഡ് പോയത്. ഇവിടെ ഒരുത്തനാണെങ്കിൽ ഇൻവിസിബിൾ പോർഷൻ അടിച്ച് വരുന്നുണ്ട്.
ഒന്നുമേ ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് ബ്ലോക്കും വാങ്ങിച്ചിട്ട് ഞാൻ ഫോട്ടോ ഇടുന്നു. ഞാൻ എന്തിനാ ടെറാക്കോട്ട വാങ്ങിച്ചു? അറിയാതെ വാങ്ങിച്ചതാണേ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോണു. എടാ 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 നീ നിക്കടാ അവിടെ. ഒരടിയും കൂടി. അവൻ ഓടി. ഇതാണെങ്കിൽ അഴിക്കൂല ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോവാം. താഴോട്ടിന്ന് നേരെ പോവാം. ഗ്രീൻ ഒരാളും കൂടി ഉള്ളൂ. റെഡ് പോയി. ഗ്രീനിനെ കണ്ടു. അതും കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ മുകളിലോട്ട് പോയ ശേഷം കുറച്ച് പ്രിപ്പറേഷൻസിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് വരാം. അതായത് താഴെ നിന്ന് നേരെ പോയിട്ട് ബെഡാണ് പൊട്ടിക്കുക. ഒരു ആർമർ, ഒരു ഗോൾഡൻ ആപ്പിൾ, ഒരു ഇത് ഓരോന്നല്ല, കുറേ വേണം. പിന്നെ ഒരു ഫയർ ബോളും കൂടി ഇരിക്കട്ടെ. പിന്നെ ബാക്കി നമുക്ക് ഇത് തന്നെ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും വേറെ ഒരുത്തനും കൂടിയേ ഉള്ളൂ. റെഡ് വരുന്നു. ലാഗ് ആണെങ്കിൽ അതിനെക്കാട്ടിലും, റെഡ് ആണെങ്കിൽ വരികയും ചെയ്തു. ഫയർ ബോൾ. അപ്പം എന്തായാലും ഞാൻ 3 കളി കളിച്ചു. 3 ഞാൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബെഡ് വാർ വീഡിയോ ലെറ്റ്സ് പ്ലേ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ബൈ.